Beethoven. Excuse me, you have endless love? No. Okay, I'll manage it from somewhere. You better close it down. Thank you. Hi. ഏത് പീസ്? Cut piece. Hi. അയ്യോ, ദേ വീണ്ടും വന്നു. എല്ലാരും ഒന്ന് ഓടണമേ. I'm very tired. Give me a glass of milk. അയ്യോ, സൂപ്രണ്ടേ, സൂപ്രണ്ടേ. ഡോക്ടർ വിയൻ പൊറ്റി, എപ്പോ, എങ്ങനെ? Look nice. ചിന്തേ. Hello, uncle. How are you? പന്ന റാസ്കൽ, ഇവിടുത്തെ കുടുംബം ഏറ്റെടുക്കാൻ നീ ആരാടാ ചെറ്റേ? ചെറ്റത്തരം പറയുന്നത് സൂക്ഷിച്ചവനാടാ പോറ്റി. വാക്ക് തെറ്റിച്ച് നീയല്ലടാ പട്ടി. പട്ടത്തോട് വീണ്ടും അടുപ്പത്തിലായെന്ന് വെച്ച് അഹങ്കരിക്കരുതടാ നാറി. ഉച്ചി വെച്ച കൈകൊണ്ട് നിന്നെ ഉദയക്രിയ ചെയ്യാനും എനിക്കറിയാം. നീ ആരുടെ ഉദയക്രിയാണ് വീടിയുടെ വലിഞ്ഞേറെ വന്നത്? സത്യം പറ. തനിക്ക് വേണ്ടി ഈ പെണ്ണുങ്ങളുടെ പീഡനം കുറെ സഹിച്ചവനാണ് ഞാൻ. തന്റെ പെണ്ണും പിള്ള എന്നെ സൂചി കിട്ടുകുത്തി, തലയിൽ ഐസ് വെച്ചു, ചെവി തൂവലിട്ടിളക്കി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ ക്ഷീണം തീരണമെങ്കിൽ ദിവസവും മൂക്കുമുട്ട 4 നേരം ആഹാരവും കഴിച്ച് ഈ സുന്ദരിമാരുടെ പരിചരണം അനുഭവിച്ചാലേ പറ്റൂ. പൂജപ്പുരയ്ക്ക് അത് താനും മനസ്സിലാക്കിയാൽ മതി. പ്രേരിപ്പിക്കുന്നവനാണ് കൂടുതൽ ശിക്ഷ. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണെന്ന് നിനക്ക് ഓർമ്മ വേണം. താനൊരു മനഃശാസ്ത്രജ്ഞനാണോ എന്ന് സംശയമുണ്ട്. അത് തെളിയിക്കാൻ ഞാൻ മണിപ്പൂർ യൂണിവേഴ്സിറ്റി പോയിന്റ് വരും. മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്ന്. ഇതെന്താ? ഉറക്ക ഗുളിക. എന്തിനാ? സത്യശീലിന് കൊടുക്കാൻ, അല്ലെങ്കിലേ അവൻ കുളമാക്കും. ഈ ചേച്ചിമാരോട് എന്ത് ചെയ്യാ? യു ആർ വെരി സ്ലോ. ഇനിയിപ്പോ എപ്പോഴും ഇതൊക്കെ കൊടുക്കുക? ഓക്കെ, ഐ വിൽ ഹെൽപ് യു പ്ലീസ്. ഗ്ലാസ് ഞാൻ കൊടുത്താ കുടിക്കില്ല. സത്യശീല, എന്താ ചേച്ചി? പാവ സത്യശീലൻ രാവിലെ മുതൽ കഷ്ടപ്പെടുക. ഒരുപാട് ക്ഷീണിച്ചു പോയി. ഈ പാലെങ്കിലും കുടിക്കുക. കണ്ടോ, ഈ ചേച്ചിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ചേച്ചി വിഷം തന്നാലും ഞാൻ കുടിക്കും. ഈ കുന്തം എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നേ? ഈ ചേച്ചിക്ക് എപ്പ നോക്കിയാലും ദുർമുഖം. You look like a devil. കൊള്ള. ഒന്ന് ആട്ടിയാലുടനെ മോദം കിടുന്ന ഇയാളാണ് ഈ വീട്ടിൽ ഭരണം നടത്തുന്നത്. അയ്യോ, അതല്ല, പിന്നെ ഗുളിക കലക്കി കൊടുത്തു. അയ്യോ ചേച്ചേ, ഉറങ്ങോ? പേടിക്കാൻ. കിടക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. ഈ ലെൻസിലേക്ക് നോക്കൂ. ചിരിക്കി ചിരിക്കി. അവിടെ ഡോക്ടർ കത്തി വെച്ചോണ്ടിരിക്കുകയായിരിക്കും. സൂപ്രണ്ട് കേക്കണ്ട. വാ, നീ പോയി കുടിക്കാൻ ചായ എടുത്തിട്ട് കൊണ്ടുവരാം. പിന്നെ കാണാം, പോ. ശരി. ഇനി എല്ലാവരും കൂടെ ചിന്ത എന്താ ഒളിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് കടന്നു നിൽക്ക്. വെരി ഗുഡ്.
ഭാഗ്യം ഏ കഥ തുറക്ക്. ഭാഗ്യം ഭാഗ്യം കഥ തുറക്ക്. എന്തെടുക്ക അവിടെ? ഏ ഭാഗ്യം കഥ തുറക്കാനല്ലേ പറഞ്ഞത്? എന്താ ചെയ്യുന്നത്? നീ എന്തിനാ ഇതിനകത്ത് കയറി അടിച്ചിരിക്കുന്നേ? ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? ഒന്നുമില്ല, പെട്ടെന്നൊരു തലച്ചുറ്റൽ പോലെ ഞാനൊന്ന് മയങ്ങിപ്പോയി. പുള്ളിക്കാരൻ ഇറങ്ങാൻ നേരവും നിന്നെ അന്വേഷിച്ചു. നീയാണല്ലോ ഞങ്ങളുടെ തരകൻ. കല്യാണം ഈ മാസം തന്നെ നടത്തണമെന്ന് ഡോക്ടറോട് പറയുന്നത് ഞാൻ കേട്ടു. സൂപ്രണ്ടിനാണെങ്കിൽ കക്ഷി ഒത്തിരി അങ്ങ് ഇഷ്ടായി. നീ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഭാഗ്യം, നീ എന്താ ഒന്നും പറയാത്ത? എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് ഈ വിവാഹം വേണ്ട. നീ എന്താ പറയുന്നേ? നിനക്ക് ഒരു തരത്തിലും ചേരുന്ന ബന്ധമല്ലത്. ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഭാഗ്യം, നിക്ക്. ഒന്നും ആഗ്രഹിക്കാതെ ഒതുങ്ങി കഴിഞ്ഞ് എന്നെ മോഹിപ്പിച്ചത് നീയാ. നീ കാരണമാണ് ഞാൻ വീണ്ടും ഒരു പുരുഷന്റെ മുന്നിൽ ഒരുങ്ങി ചെന്നത്. എന്തിനാണ് എന്നെ കൊണ്ട് നീ വേഷം കെട്ടിച്ചെന്ന് എനിക്കറിയണം. സത്യമായിട്ടും നിന്നെ ഞാൻ വേഷം കെട്ടിച്ചതല്ല. നിനക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ കൊതിച്ചിട്ട് തന്നെ. പക്ഷെ അയാള് എന്താ നിർത്തിയത്? പറ, എന്താ അയാൾക്ക് കുഴപ്പം? ഇപ്പൊ നീ എന്നോടൊന്നും ചോദിക്കരുത്. ഈ വിവാഹം നടക്കാൻ പാടില്ല. അതിന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. നീ കീ കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളാൻ ഞാനത് കളിപ്പാവേണമെന്ന് വിചാരിച്ചോ? ഞാനിപ്പൊ എന്ത് പറഞ്ഞാലും നിന്റെ തലേ കയറില്ല. വസുന്ധര ചെല്ല്, എനിക്ക് അല്പം സ്വൈര്യം വേണം. എന്റെ സ്വൈര്യം കരുത്തിട്ട് നീ അങ്ങനെ ഇപ്പൊ സമാധാനിക്കണ്ട. ബിനായെ കണ്ടത് മുതലാ എനിക്ക് ഈ തലയിട്ടുള്ള തുടങ്ങിയത്. നിനക്ക് അയാളെ അറിയാം. സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഭാഗ്യം, ഭാഗ്യം, കഥ തുറക്ക് ഭാഗ്യം. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ആ കുട്ടിക്ക് ചിലപ്പോ എന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല. എങ്കിൽ അവൾക്കത് തുറന്നു പറയാലോ. അതുപോട്ടെ, വസുന്ധര എന്തിനാ ഈ കാര്യത്തിൽ ഇത്ര സീരിയസ് ആവുന്നത്? അനുവാദവും ആശീർവാദവും വാങ്ങിക്കാൻ ആ കുട്ടി തന്റെ റിലേറ്റീവ് ഒന്നും അല്ലല്ലോ. റിലേറ്റീവ് അല്ല, എന്നാൽ അതിനേക്കാൾ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. പഠിക്കുന്ന കാലത്ത് മിക്കവാറും ഉച്ചയ്ക്ക് അവളുടെ കാരിയറിൽ നിന്നാണ് ഞാൻ ഭക്ഷണം ഷെയർ ചെയ്തിരുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും എന്റെ കോളേജ് ഫീസ് അടച്ചിരുന്നത് പോലും അവളായിരുന്നു. ഫംഗ്ഷന്റെ ഫോട്ടോസാ, കാണിക്കാൻ മറന്നു. ഡോക്ടർ ഓടിയിരുന്ന് ക്ലിക്ക് ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വെറും ജാടയായിരിക്കും. ആഹാ, കൊള്ളാലോ. ഇതാ ഭാഗ്യരേഖ. ഗുഡ് മോർണിംഗ്, ഹോട്ടൽ അരവിന്ദ് പ്ലാസ. യെസ് സർ. വെൽക്കം സർ. താങ്ക് യു. Excuse me. Yes, We are from Manpower Sports. We have reservation for a suite room here. room is ready sir. Thank you. മലയാളിയാണല്ലേ? അതെ, എന്താ പേര്? സുജാത മേനോൻ. ഗുഡ്. മദ്രാസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോട്ടൽ മാനേജ്മെന്റുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മാൻപവർ എക്സ്പോർട്സിന്. വിദേശത്തേക്ക് ജോലിക്ക് ആളെ അയക്കലായിരുന്നു അവരുടെ ബിസിനസ്. അന്ന് അവർ അവിടെ ഇന്റർവ്യൂവിന് വേണ്ടി മുറിയെടുത്തിരുന്നു. എന്റെ ചിറ്റപ്പന്റെ മോൾ ഗായത്രിയും ജോലിക്ക് അപേക്ഷ അയച്ചിട്ടുണ്ടെന്ന് അവരവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഗായത്രി ഒടുവിലാണ് അവര് റൂമിലേക്ക് വിളിപ്പിച്ചത്. അവൾ എന്റെ ബന്ധുവാണെന്ന് അവരോട് പറയാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. உள்ள பெரியவர் என்ஜாயிங். പിടിയോളെ.
നിമിഷവും പിടികൂടുമെന്ന ഭയത്തോടെ ആ രാത്രി മുഴുവൻ സ്റ്റോർ റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ ഇൻചാർജ് വന്ന് മുറി തുറന്നു. കുട്ടി ഇതിനകത്തുണ്ടെന്ന് അവന്മാരറിഞ്ഞാൽ എന്റെ തലയും പോക്കാം. ഇവിടുള്ള പത്രങ്ങളിൽ കുട്ടിയുടെ ഫോട്ടോയും വെച്ച് വലിയ വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. നാഗരായന്റെ മുറി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ട് തുറന്ന് ചേച്ചി അനിയത്തിയും കൂടി മോഷ്ടിക്കാൻ കയറിയാത്രേ. ദൈവമേ! നാഗരായനുമായുള്ള പിടിവലിക്കിടയിലാ ഗായത്രി ചത്തത്. അതിന് കുട്ടി അയാളെ തള്ളിയിട്ട് കൊന്നു എന്നാ വാർത്ത. അയ്യോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതെനിക്കറിയാം. ഇത് ഇവിടുത്തെ ഒരു സ്ഥിര ഏർപ്പാടാ. പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കാനെന്ന പേരിൽ ഹോട്ടൽ മുതലാളിയും ചേർന്നുള്ളൊരു കളിയാ. കുട്ടി ഇവിടെ പുതുതായോണ്ട് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ദൈവമേ! കുട്ടിയെ പോലീസ് പിടിച്ച കേസ് അവർക്കെതിരെ തിരിയുമെന്ന് കരുതി ആ ഡഗ്ലസും കൂട്ടിനും പരക്കം പായ. കയ്യെ കിട്ടിയ ജീവനോട് വെച്ചേക്കില്ല. അതുകൊണ്ട് കുട്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ആ നല്ല മനുഷ്യന്റെ കാരുണ്യം കൊണ്ട് ഞാൻ മദ്രാസിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി. അപ്പോഴേക്കും ഗായത്രിയുടെ അടക്കം കഴിഞ്ഞിരുന്നു. ഈ കേസുമായി മുൻപോട്ട് നീങ്ങിയാൽ ചിറ്റപ്പനെയും കുടുംബത്തെയും തകർത്ത് കളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ഞാൻ കാരണം അവർക്ക് അപകടമുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആരോടും പറയാതെ ആ രാത്രി തന്നെ ഞാൻ സ്ഥലം വിട്ടു. കുറച്ചു ദിവസം ഒരു കൂട്ടുകാരുടെ വീട്ടിൽ താമസിച്ചു. പിന്നെ വിശ്വനാഥൻ സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് പോന്നത്. പക്ഷേ വസുന്ധരയുടെ പുറകെ അയാൾ നടക്കുന്നത് ചതിക്കാനാണ്. പലരിൽ ഒരാളായിട്ടാണ് അയാൾ അവളെ കാണുന്നത്. അവൾ പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞാലും വേണ്ടില്ല. ഞാൻ അവളോട് എല്ലാം തുറന്നു പറയും. അവളെങ്കിലും രക്ഷപ്പെടട്ടെ.